അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചോറ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതിനായിട്ട് നമ്മളെ വീട്ടിലെ ചോറ് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേടുവരാനായ ചോറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയ ചോറോ ലേശം ബാക്കിയൊക്കെ അത് നമുക്ക് എടുത്തുകൊണ്ട് നമ്മളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അത് ചെറിയൊരു നമ്മൾ എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വേണ്ടത് ഒരു വല്യുള്ളിയാണ് കേട്ടോ. നമുക്ക് ഉള്ളി എത്രയും വേണ്ടത് അത്ര എടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു വല്യുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചോറ്റിക്ക് വേണ്ട അത്ര ഒരു ഉള്ളി എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈയായിട്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ കൂട്ടിക്കാണ്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറ്റിയാണ്ട് കൈയായിട്ട് ഫുള്ളായിട്ട് നമ്മൾ വിടർത്തിക്കാണ്ട് നമ്മൾ ചോറിലൊന്ന് മിക്സ് ചെയ്തിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ്, പുതിന ഉണ്ടെങ്കിൽ പുതിന, ഈ രണ്ടിൽ ഏതെങ്കിലും ഉണ്ടായാൽ മതി കേട്ടോ. രണ്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, രണ്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആക്കാറ് കേട്ടോ. അതൊക്കെ നമ്മൾ അരിഞ്ഞിക്കാണ്ട് നമ്മൾ ഈ ഉള്ളിലേക്ക് ചേർത്തെടുത്തുക്കും കേട്ടോ. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ചുള്ള മുളക് കേട്ടോ. നിങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുളകിൻ്റെ എണ്ണം കുറക്കുക കേട്ടോ. ഒരു കടിച്ചുമ്മേ എരിഞ്ഞ് പോകും, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു മുളകാട്ടോ എടുത്തിട്ടുള്ളത്, അത് വലിയ എരിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കടലമാവും അരിപ്പൊടിയും പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ചില്ലി പൗഡർ കൂടി ഇട്ടെടുത്തുകൊണ്ടോ. പിന്നെ വേണ്ടത്ര ഉപ്പ് ഇട്ടെടുത്തുകൊണ്ടോ. പിന്നെ നിങ്ങൾ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ആ കായപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലില്ലേ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. വെളുത്തുള്ളി ചെറുതായിട്ട് ചെറിയ പീസാക്കി കണ്ട് അരിഞ്ഞിക്കാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം പാർന്നുകൊണ്ട് നല്ലോണം കുഴച്ചെടുത്തുകൊണ്ടോ. അപ്പോൾ ഇത് പീടിയിൽ നിന്ന് വാങ്ങണൊക്കെ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉള്ളിവടയാണ് വെച്ചാൽ ഉള്ളിവട അല്ല, കൊക്കവട വെച്ചാൽ കൊക്കവട അല്ല, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാറാനൊക്കെ വെച്ചിക്കാണ്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുത്തുകൊണ്ടോ. ഫസ്റ്റ് കോരിയപ്പോൾ ഇതായിട്ടില്ല, അപ്പോൾ ഒന്നുകൂടി നമ്മൾ മുരിയാൻ വെച്ചുകൊണ്ടോ. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മളൊന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങളെങ്ങനെയുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരിയൊക്കെ ഫുള്ളായിട്ട് നല്ലോണം മുരിഞ്ഞ് വന്നിക്കും കേട്ടോ. നല്ല കറുമുറുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.